ക്രിസ്മസ് സെലിബ്രേഷനിലാണ് എല്ലാവരും. അപ്പോ ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് ഒരു കരോൾ സോങ് വേണ്ടേ? ക്രിസ്മസ് ആയിട്ട് കരോൾ സോങ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ക്രിസ്മസ്, പിന്നെന്താ ആഘോഷം? അപ്പോ നമ്മുടെ ടോപ്പ് സിംഗറിലെ കുട്ടിപ്പട്ടാളമാണ് ഇവിടെ പാടാൻ വരുന്നത്. ഒപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ആര്യ. വെൽക്കം.
ക്രിസ്മസ് രാവിന് മാറ്റു കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ഒരു ചെയ്യാം. പെർഫോമൻസ് ആവാ അല്ലെ? ആരാണ് അയാൾ? ഉറപ്പായിട്ടും ആരാന്നറിയില്ല മീനുട്ടിക്ക്. എനിക്കറിയില്ല. ടോപ്പ് സിംഗറിൽ നിന്ന് ഒരാൾ. ആരാണ് അയാൾ? ഷീസ് ഫ്രം തമിഴ്നാടു. എന്നാ എനിക്കറിയാം. ചെന്നൈയിലെ അമ്പത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് കടന്നു വരുന്നു. നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ സ്വന്തം സാദിയ. என்ன சொல்ற இல்ல இனி எனக்கு தான் பேசணும். எப்படி இருக்கீங்க? பேசுங்க நல்லா இருக்கேன். நல்லா நீங்க இருக்கு. எப்படி இருக்க? இவாள்லாம் சொல்ற தமிழ் ஒன்னும் உனக்கு மனசிலாகிறது இல்ல இல்லையா? என்னமோ அப்படிதான் இவன் சொல்றாங்க நினைப்பு இவாள்லாம். அப்படிதான் இவன் நினைப்பு எனக்கு நல்லா தமிழ் தெரியும்னு அவருக்கு தெரியாது அது வந்து கொஞ்சம் சுத்த தமிழ் எல்லாம் அவ கலர்த்தி என்னெல்லாமோ பேசுறா. നമ്മൾ തന്നെ അയ്യർ തമിഴ് പേசுறோம் இல்லையா? പക്ഷെ നിങ്ങളെക്കാൾ എല്ലാം നന്നായിട്ട് തമിഴ് സംസാരിക്കുന്ന ഒരാളല്ലേ? തോന്നി. പറയണ്ട. അതെന്ന് നുണ പറയണ പോലെ അല്ല പറയുന്നത് ഞാൻ കാര്യം പറഞ്ഞ ഡേയ് സംസാരിക്കുക. നല്ല തമിഴ്. റൈക്കിയോട് സംസാരിക്കും. എൻ പേര് വന്ന് ഡെയിൻ ഡേവിസ്. டேவிஸ் அப்ப போயப்போ என் பேரு வந்து இது வந்து தமிழ் தமிழ் இப்படிதான் சொல்லுவேன். ഏത് തമിഴ്ത്തിയോട് എന്നോട് നീ വർത്താനം പറയണത്? സോറി സോറി പറഞ്ഞോ. ഓക്കെ എൻ പേര് ഡെയിൻ. ഞാൻ വന്ന് എൻ ഊര് வந்து என் பேரு மீனா குமாரி. തൃശ്ശൂർ தெரியுமா? തൃശ്ശൂർ தெரியுமா? തൃശ്ശൂർ പൂരം அந்த സ്ഥലത്ത് നിന്നാണ് ഞാൻ പാലക്കാട്ടിൽ എന്താക്കും അപ്പ പാലക്കാടാ. ഓക്കെ എന്നെ പാട്ട് ഇപ്പൊ പാട പോറേ? രക്ഷക. രക്ഷക രക്ഷക. അന്ത പാട്ടാ? ഓക്കെ കണ്ടുപിടിച്ചു. അല്ല അപ്പൊ എനിക്കൊരു കാര്യം റെക്കിയോട് ചോദിക്കാനുള്ളത്, പേശർത്ത് തമിഴ് தான் பேசுவாய். അപ്പൊ പാട്ട് പാടുறது எப்படி മലയാളം പാടുവാய்? ശ്രേയാ ഘോഷൽ മലയാളം നടക്കുവേ. ശ്രേയാ ഘോഷൽ വന്ന് മലയാളം പാടിട്ട് இருக்காளே അതിന് அந்த மாதிரி அந்த மாதிரியா? ഓക്കെ അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് കിടക്കലാമാ? നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞു. Okay. பேசி டைம் வேஸ்ட் பண்ணாத அதுதான் ഞാൻ சொன்ன വന്ന. All the best. All the best guys. Thank you.
യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയ വഴിയിൽ നീ അഭയമരുളൂ രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ Wow. Very nice. Awesome. Awesome. സൂപ്പർ സൂപ്പർ. എന്തൊരു ഫീൽ ആയിരുന്നറിയോ. അതെ അതെ അതെ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം. നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തില് ഈ പാട്ടിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതെല്ലാം ഞങ്ങൾക്കും നിങ്ങൾക്കും ഈ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും കിട്ടും. ഡെഫിനറ്റ്. അതെ സാദിയ എന്തായിരുന്നു ഒരു ഇടയ്ക്ക് ഭയങ്കര രസമുള്ള ഒരു സംഗതി അതെ അതെ അതെ. സെക്കൻഡ് ചരണത്തില് അല്ലേ? സെക്കൻഡ് ചരണത്തില്. സാദിയ എങ്ങനെയുണ്ടായിരുന്നു റൈക്ക കുട്ടിയുടെ കൂടെ പാടിയപ്പോ? എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവരൊക്കെ ഭയങ്കര ഒത്തിരി നന്നായിട്ട് പാടുന്ന കുട്ടികളല്ലേ. അപ്പൊ റിഹേഴ്സലിന്റെ സമയത്തൊക്കെ ഇവരങ്ങ് ടോപ്പിൽ നിൽക്കുവാ. അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. ഇവരും തിരിച്ചങ്ങനെയായിരിക്കും പറയാൻ പോണത്. അല്ല, ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് സിംഗേഴ്സിലെ ഗായകർ. ടോപ്പ് സിംഗറിൽ എത്തി നിൽക്കുമല്ലേ. അല്ല ചേച്ചി சொன்னா லிரிக்ஸ் படிச்சிடல சித்ர சேச்சியோட வருஷனாக்கும் படிச்சிருக்கேன் ഓ டியூன் ஒண்ணுமே தெரியாது அப்படி இப்படின்னு சொன்னா ആ ஆனா ഗ്രൂമിംഗ് പോനപ്പോ നന്നാ പാടിനാ ഓക്കെ. ரொம்ப നന്നാ ചുമ്മാ ചൊല്ലി ഏമാത്രം. പൊളൈറ്റാ ചൊല്ലறதுக்கு വേണ്ടി എന്നத்தையோ சொல்லற அமிர்த. அப்போ அந்த அக்கா ரொம்ப வினயம் என்ன சொல்றது, ரொம்ப டவுன் டு எர்த்தா இருக்காங்க. ஆக்சுவலா வந்து சாதியா இல்ல, அவருக்கு வினயான்னு பேரு போடுறோம். கொன்னேரம் முன்னாடி கூட லிரிக்ஸ் எனக்கு தெரியாது அப்படி இப்படிதான் சொல்லிட்டு இருந்தா. ഇങ്ങ വന്ന് കറക്റ്റാ പാടിനാലും അല്ല ഇങ്ങ വന്നിട്ട് ഇത്ര നന്നാ ലിറിക്സേ തെരിയാക്കി പാടുறது അത് നല്ലത് ஆமா തന്നെയാണ്. அது பெரிய விஷயம் தான். അതോടെ എനിക്ക് என்ன ஆச்சரியமா இருக்கிறது நீ பாடினது. எப்படி இந்த தமிழ் எல்லாம் பேசிட்டு இത്ര அழகா நீ மலையாளம் பாடுற, அதுதான் எனக்கு ரொம்ப இதா ரொம்ப வருஷமா இங்க இருக்கிற மாதிரி தான் பாடுறேன். ஆமா അത് ഞാൻ കേട്ട് കേട്ട് அப்படி പഠിച്ചിട്ട് கேட்டு கேட்டு படிச்சிருயா. ഓക്കെ വണ്ടർഫുൾ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ഈവിൽ അതിഗംഭീര പെർഫോമൻസ് ആണ് നിങ്ങൾ രണ്ടുപേരും തന്നത്. അപ്പൊ എന്തായാലും മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. Merry Christmas. Merry Christmas. Happy Christmas. Happy Christmas. രണ്ടുപേര് അതെ, ആ. ടോപ്പ് സിംഗർ ആരാ വരാൻ പോകുന്നത് അറിയാമോ? അറിയാമോ? അത് നീ അറിയണത്. നമ്മുടെ ജുവൽ കുട്ടിയാണ് എത്തുന്നത്. മ്യൂസിക്കൽ റൈഫിൽ നിന്നും എത്തുന്നു വിദ്യ. ആഹാ. Digging dong, digging dong, digging dong, digging dong. Digging dong, digging dong, digging dong, digging dong. എന്റടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കൺമതമോ നിൻ കടകണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ, മനസമ്മതപ്പൂ നിൻ കൊതി
അത് കലക്കി. ഈ ടോപ്പ് സിംഗറിലത്തെ പിള്ളേരെ കൊണ്ട് തോറ്റു. എന്ത് പെർഫോമൻസ് ആണ് ഇവര്. അതെ ഇത് അതെ നമ്മുടെ ആൾക്കാരും ഇല്ലേ ഇതേമാതിരി കളിക്കാൻ? ആരായിരുന്നു? താൻ തന്നെയല്ലായിരുന്നോ ഡാൻസ് ചെയ്ത്? ഞാൻ തന്നെ. എന്ത് പറ്റി എന്ത് പറ്റി? ഈ കുട്ടി ടോപ്പ് നമ്മള് സിംഗറിൽ ഇങ്ങനെ അല്ല സർ, ഇപ്പഴത്തെ കുട്ടി ടോപ്പ് വിദ്യയാണത്. സിംഗറിൽ കണ്ട് പരിചയമില്ലല്ലോ. ഞാൻ മ്യൂസിക്കൽ ലൈഫിലെ വിദ്യയാണ്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, സോറി. ആ പാട്ടല്ലേ കുക്കുറുമ്പൻ വിദ്യയല്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടൊക്കെ ഡാൻസ് ഒക്കെ ചെയ്തില്ലേ? ചെയ്തില്ലേ? ഇന്ന് ക്യാ ഹുവാ? ഇന്ന് എന്നാ പറ്റിയെന്ന് പാട്ടിലായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഗംഭീര പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. നമ്മളിങ്ങനെ ക്രിസ്മസ് ഈവ് അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഡാൻസേഴ്സ്, Thank you. കലകി. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ്. മേരി ക്രിസ്മസ് ഹമാരി ക്രിസ്മസ്. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ഗൗൺ ഒന്ന് നീക്കിടൂ. എന്താണ് കിടക്കാൻ പോണു? അതെനിക്ക് എന്നെ ഇഷ്ടായി. പ്രേക്ഷകര് ഇവരെന്നെ എന്തൊക്കെയോ തമാശ പറയുന്നു, ഇവരെന്നെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നു. അൾത്താര ബാല അതെ. ഹീൽസ് ഇട്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ പാടാം, അടിച്ചു തുടങ്ങിയ ചേച്ചിക്ക് പണി കുറഞ്ഞിട്ട് എനിക്കത് ഹേർട്ടായി. പാടാൻ വാ. അടുത്തത് നമ്മുടെ എല്ലാവരുടെ ഇത്ര നേരമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ തമാശ പറഞ്ഞ് കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്. ഉം. നമ്മുടെ സ്വന്തം രഞ്ജിനി ചേച്ചി. രഞ്ജിനി ചേച്ചി ഒരു പാട്ട് പാടാൻ വേണ്ടി വെൽക്കം രഞ്ജിനി ചേച്ചി. Holy night, the stars are brightly shining. It is the night of our dear Savior's birth. Long lay the world in sin and error pining, till He appeared and the soul felt its worth. A thrill of hope, the weary world rejoices, for yonder breaks a new and glorious morn. Fall on your knees. Oh, hear the angel voices. The night divine. Oh, night when Christ was born. Fall on your knees. Oh, hear the angel voices. Oh, night divine. Oh, night when Christ was born. Oh, night divine. Oh, night divine. ക്രിസ്മസ് ആയിട്ട് അതിഗംഭീര ഗാനമാണ് ഞങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചത്. ക്രിസ്മസിന് മെയിൻലി ഈ ഓ ഹോളി നൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അത് എന്റെ ബാൻഡിലുള്ള ബെവൻ എന്ന് പറഞ്ഞ സേബയ്ക്കൊക്കെ അറിയാം. ഏറ്റവും എന്താ പറയാ യങ്ങസ്റ്റ് മെമ്പർ ഓഫ് മൈ ബാൻഡാണ് ആള്. ഞാനും കൂടെ ചെയ്ത ഒരു പാട്ടാണ്. വെരി നൈസ് രഞ്ജിനി. കമ്പോസ്ഡ് ബൈ കമ്പോസ്ഡ് ബൈ ഇറ്റ് ഇസ് എ പഴയ ഒരു ഹിമ്മാണ്. ഹിം. 1847 കാരോളാണ്. മിസ്റ്റർ ഡ്വൈറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ആളാണ് അത് എഴുതി പെൻ ചെയ്തത്. ഓഹോ. അപ്പൊ അതിന്റെ റെക്കോർഡ് ലേബലൊക്കെ തപ്പിപ്പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഓക്കെ ഓക്കെ. ഓൾഡ് ഹിമ്മാണ് ഓ ഹോളി നൈറ്റ്. But you improvised it. ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. Okay, അപ്പൊ okay. ഞാൻ എന്റെ Your version, interpretation by you. അതെ. വെരി നൈസ്. സൂപ്പർ Excellent, excellent. Thank you. Very good. വെരി നൈസ് വെരി നൈസ്.
പിന്നെ രഞ്ജിനിയെ പറ്റി പറയുകയാണെങ്കിൽ പറയൂ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് പോരാ. ഒന്നുമില്ല. കുറച്ച് കൂടുതലല്ല, കുറച്ച് കൂടുതലാവും. നല്ല കാര്യങ്ങൾ പറയാനൊന്നുമില്ല. സാറേ രഞ്ജിനിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാടിയത് ഇംഗ്ലീഷ് സോങ് ആണ്. അതിപ്പോ രഞ്ജിനി ഒരു നല്ലൊരു ഏത് ടൈപ്പ് പാട്ടായാലും എല്ലാം ആ കൈകളിൽ ഭദ്രം എന്ന് പറഞ്ഞ പോലെ ആ തൊണ്ടയിൽ ഭദ്രമാണ്. എല്ലാ സ്റ്റൈലും പാടും. വെരി ഗുഡ്, വെരി ഗുഡ്. ട്രൈഡ് സോ മെനി ടൈംസ്. പിന്നെ ഇത്രയും ചില്ലായിട്ടുള്ള ഒരാളെ വേറെ കാണാൻ കിട്ടില്ല. കൂളാണ് ആള്. നമ്മളൊരു പേരിട്ടുണ്ട് മ്യൂസിക്കൽ എല്ലാ ടൈപ്പ് പാട്ടും പാടുന്ന ആളാണല്ലോ, പ്രത്യേകിച്ച് മറ്റേ പവർഫുൾ സോങ്സ് ഒക്കെ പാട്ടൊക്കെ പാടുന്നത്. പവറേശ്വരി. അവൻ ഇട്ടതാണ്. കുറച്ചുകൂടി ക്ലാസി ആയിട്ടുള്ള ഒരു പേരിടായിരുന്നില്ലേ എനിക്ക്? അല്ല, അത് പെട്ടെന്ന് അന്നൊന്നും പെട്ടെന്ന് വായി വന്നില്ല. അപ്പൊ എനിക്ക് പവറേശ്വരിയും ഐശ്വര്യവും പവറും കൂടെ ചേർന്ന് പവറേശ്വരി. 6 മാസം കൊണ്ടുണ്ട് മാറ്റാനായിട്ട് ആ പേരൊന്ന് മാറ്റി. നല്ല ബെസ്റ്റ് പെർഫോമറും കൂടിയാണ്. അതെ അതെ, അതൊരു ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായും. എനിക്ക് പറയാനുള്ളത് പറയൂ സർ. മെറി ക്രിസ്മസ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലുങ്കി ഡാൻസ് കളിക്കാം. ഓക്കെ ആണോ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ബൈ രഞ്ജിനി ജി. ബൈ 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 ബൈ. The brilliant sound master, Jakes the Joy. ജേക്സ് ചേട്ടാ, ഇവിടെ ജേക്സ് ചേട്ടന് നമ്മൾ ഒരു ട്രിബ്യൂട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കണ്ടസ്റ്റൻസും അതുപോലെ ടോപ്പ് സിംഗറിലെ കണ്ടസ്റ്റൻസും ഒക്കെ ജേക്സ് ചേട്ടന് വേണ്ടിയിട്ട് ഇവിടെ പാട്ടുകൾ പാടി. ജേക്സ് ചേട്ടൻ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഏറ്റവും ഒരു ഫുൾഫില്ലിംഗ് ക്രിസ്മസ് ആയിരുന്നു. ഒരു വർഷത്തെ ഒരു നല്ലൊരു സമേഷൻ. താങ്ക് യു ഫ്ലവേഴ്സ്, താങ്ക് യു ദി ഓർഗനൈസേഴ്സ്, എല്ലാവരും എന്നെ ഇവിടെ വിളിച്ചതിന് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇവന്റ്. ഗംഭീരം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പോ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാരും ഇവിടെ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മള് ഈ ക്രിസ്മസിന് ജേക്സ് ചേട്ടൻ ഇവിടെ വന്നിട്ട് അങ്ങനെ വെറും കൈയോടെ വിടുന്നത് ശരിയല്ല. നമ്മളൊരു നമ്മുടെ ഒരു സന്തോഷം, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ നമ്മളൊരു ആദരവ് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ജേക്സണിന് ആദരവ് നൽകാനായി നമ്മുടെ 4 ജഡ്ജസിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജേക്സ് ചേട്ടന് ഈ മൊമെന്റോ നൽകുന്നതിന് വേണ്ടിയിട്ട് 4 ജഡ്ജസിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ജേക്സ് ചേട്ടാ, അപ്പൊ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഔസാറിന്റെ കയ്യിന്നും ബാക്കിയുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്നും, എൻ്റെ പ്രിയപ്പെട്ട മ്യൂസീഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ആദരവ് ഏറ്റുവാങ്ങുന്നതിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നല്ല പാട്ടുകളും നല്ല സ്കോഴ്സും ഒക്കെ എല്ലാവരും കൊടുക്കുന്നതിൻ്റെ ഒരു ഊർജ്ജമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു. ആൻഡ് ഈ വർഷം പോലെ കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും എനിക്ക് തന്ന എൻകറേജ്മെന്റ് അടുത്ത കൊല്ലവും അത് തുടരണം എന്ന് തന്നെ ഞാൻ കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫ്ലവേഴ്സ് അഗൈൻ ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ഇവന്റ്. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ക്രിസ്മസിന്റെ അന്ന് ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം ഞങ്ങളുടെ കൂടെ വന്നതിന് ഒത്തിരി താങ്ക്സ്. മാത്രമല്ല ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ വിജയത്തിന്റെയും പിന്നില് ജേക്സിന്റെ ഈ ഹംബിൾനെസ്, എളിമ, you can feel that it's nothing acting here, no drama here. It is every time I have noticed him. അപ്പൊ അതുകൊണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ അനുഗ്രഹവും ദൈവം തരട്ടെ. ഞങ്ങളുടെ സ്നേഹവും ആശംസകളും. തീർച്ചയായിട്ടും. അപ്പോ ജേക്സ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജേക്സ് ചേട്ടാ. മലയാളി എന്ന് പറയുന്ന ആൽബത്തിൽ നിന്ന് നമ്മുടെ മലയാളികളെ ഒക്കെ എന്റർടൈൻ ചെയ്യിപ്പിച്ചു തുടങ്ങിയതാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ കീപ് ഗോയിങ്. ഞങ്ങളെല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. താങ്ക് യു സോ മച്ച് ജേക്സ് ചേട്ടാ. നമ്മുടെ ഇന്നത്തെ ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ് സർ. നമ്മുടെ മഹാസംഗമം ഇവിടെ തിരിശീല വീഴുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുടുംബസംഗമങ്ങൾ വെക്കണം. ജഡ്ജസിന് ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ വളരെ നമുക്കിത് അവസാനിച്ചെന്ന് പറയുമ്പോൾ വിഷമായി, സന്തോഷമുണ്ട്. ഇതൊക്കെ ഇത്രയും ഭംഗിയായതല്ലോ ഇന്നത്തെ. തീർച്ചയായും. yes. അപ്പൊ
നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് നമ്മൾ ഫ്ലവേഴ്സിൽ അടിച്ചു പൊളിച്ചിരിക്കുന്നു. നമ്മുടെ ടോപ്പ് സിംഗേഴ്സ് ആയിട്ടും മ്യൂസിക്കൽ വൈബ്സ് ആയിട്ടും എല്ലാരും കൂടി ഇവിടെ പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് തകർത്തു. ഒത്തിരി നല്ല ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് പേരെ ആദരിക്കാൻ പറ്റി. അങ്ങനെ ഇവിടെ മൊത്തം ഒരു കളറായിരുന്നു. ഈ ഒരു ക്രിസ്മസ് രാവിൽ നിങ്ങൾ പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരു ദൃശ്യ വിരുന്നു അല്ലെങ്കിൽ സംഗീത വിരുന്നു ഒരുക്കിയെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇനിയും അത് തുടരുക. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഘോഷം യൂണിവേഴ്സ് യൂണിവേഴ്സ് ഇന്നത്തെ തൽക്കാലത്തേക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ Merry Christmas!